എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഡിപ്ലോമ ഇൻ ഫാർമസി, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്നിങ്ങനെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഇന്ന് വൈകുന്നേരം, അതായത് നവംബർ 21 വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ, അതായത് ഈ ഒരു പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള LBSൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ നൽകാനുള്ള അവസരം ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരെയുള്ള അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ അതായത് ഇപ്പോൾ നിങ്ങൾ നൽകുന്ന ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷവും വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് നാളെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ താല്പര്യമുള്ള കോഴ്സിലേക്കും കോളേജുകളിലേക്കും നിങ്ങളുടെ പ്രയോറിറ്റി, അതായത് നിങ്ങളുടെ മുൻഗണനാ ക്രമം അനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ ഏത് കോഴ്സിലാണോ അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ ആഗ്രഹം, ആ ഒരു കോളേജ് ഫസ്റ്റ് വെച്ച് അതിനുശേഷം പിന്നീട് അടുത്ത പ്രയോറിറ്റി അനുസരിച്ച് അടുത്ത കോളേജ് വെച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനുകളായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അതായത് നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യമുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നവംബർ 30 വരെയും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ലഭ്യമാകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ കോളേജിലേക്കും ഓപ്ഷൻസ് കൊടുക്കുക. കാരണം ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ലഭ്യമായിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് ഓപ്ഷൻ നൽകിയ ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചാൽ, വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അതായത് ആപ്ലിക്കേഷൻ നമ്പർ നൽകുക. അതിനുശേഷം വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, പാസ്വേഡ് എന്നിവ നൽകുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ ആ ഒരു പേജ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ കാണാൻ സാധിക്കും. അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻസ് ഉള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ്റെ നേരെയും ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ ഒന്നാമതായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് 1, 2, 3 ഈ രീതിയിൽ ബോക്സിൽ ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ സേവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോളേജും കോഴ്സുകളും താഴെ ലിസ്റ്റഡ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റായിട്ട് എടുക്കാവുന്നതാണ്. അതായത് ഓപ്ഷൻസ് നൽകുക. അതിനുശേഷം നിങ്ങൾ സേവിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനും അതിനുശേഷം പിന്നീട് എഡിറ്റ് ചെയ്ത ശേഷം പിന്നീട് സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.